ഈ പഠന പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ത്യ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം ചൂടാണ്, എന്നാൽ അതിനേക്കാൾ രാഷ്ട്രീയ ചൂടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമ്മളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. ദൈവരാജ്യത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് വരുവാനുള്ള ഒരു ലോകത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് ഈ ലോകത്തിലെ രാഷ്ട്രീയത്തിലും ഭരണത്തിലുമൊക്കെ എന്താണ് കാര്യം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ പൊതുവിൽ മതനിരപേക്ഷതയെയും അതുപോലെ പ്രത്യേകിച്ച് നോക്കിയാൽ സുവിശേഷത്തെയും ഒക്കെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ വിരോധം വരുത്തുന്ന പല ഇടപെടലുകളുമാണ് ഇന്ന് ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഭാഗത്തു നിന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നത് തീർച്ചയായും പ്രസക്തമാണ്. അതുപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമം ഒക്കെ നടപ്പിൽ വരുന്നു. ഇങ്ങനെ പല വിധത്തിലും പല പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് ഒരുപക്ഷെ പ്രസക്തമായിരിക്കാം. എന്നാൽ ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ കക്ഷി രാഷ്ട്രീയം, അതിലുള്ള നിലപാടുകൾ നമ്മുടേത് എങ്ങനെയായിരിക്കണം എന്ന് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഈ വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മതവും രാഷ്ട്രീയവും ഒക്കെ വീണ്ടും സജീവമായ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുകയാണ്. ഇത്തരമൊക്കെ ഒരു സാഹചര്യത്തിൽ വിശ്വാസിയും രാഷ്ട്രീയവും എന്ന വിഷയം, തികച്ചും കാലിക പ്രസക്തമായിട്ടുള്ള വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബൈബിളിന്റെ പഠിപ്പിക്കൽ എന്താണ് ഇതിനെക്കുറിച്ച്? അതുപോലെ പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് നിലപാടുകളാണ് സ്വീകരിക്കാനായിട്ട് സാധിക്കുക? സഭാ ചരിത്രത്തിൽ നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് കാണുന്നത്? ഇങ്ങനെ നിരവധിയായ ഒരു വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു വിശാലമായ വിഷയമാണ്. ഇതിനെ പരിമിതമായ ഒരു സമയത്തിൽ ഒതുക്കി സംസാരിക്കുക എന്നത് ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ആണ് ഉള്ളത്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് പ്രിയ ടോമിസൺ സഹോദരനാണ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യരുതെന്നാണ് പൊതുസ്ഥലങ്ങളിൽ ലോകത്തിലെമ്പാടും ഈ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അത് വിഭജനം സൃഷ്ടിക്കുമെന്നാണ്. അതുകൊണ്ട് നമുക്കിന്ന് രാഷ്ട്രീയം ഒന്ന് ചർച്ച ചെയ്ത് വിഭജനം അത് സൃഷ്ടിക്കുമോ എന്ന് ഒന്ന് നോക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. നമ്മൾ സാധാരണ ലോകത്തിന്റെ മതമല്ലെങ്കിലും മതപരമായ കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മള് സഹോദരൻ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഏത് മാധ്യമങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കാലമാണ്. ഇന്ത്യ ഇലക്ഷനെ നേരിടുന്ന കാലമാണ്. അപ്പോൾ ആനുകാലിക പ്രസക്തമായ ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത് തികച്ചും ഉചിതമാണ്. ഈ വിശ്വാസിയും രാഷ്ട്രീയം എന്നുള്ള വിഷയം വളരെ ചൂടേറിയ ചർച്ചകൾക്കും വിചിന്തനത്തിനും വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നും അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഈ വിഷയത്തില് രണ്ട് തരത്തിലുള്ള തീവ്ര നിലപാടുകളാണുള്ളത്. ഒന്ന്, വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ സമ്പൂർണമായിട്ടും ഇടപെടണം എന്നുള്ളതും. രണ്ട്, വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? വിശ്വാസികൾക്ക് ഈ ലോകത്തിലെ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളില് കാര്യമില്ല എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. അപ്പോൾ ഈ രണ്ട് നിലപാടുകളുടെ മധ്യത്തില് ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പൊളിറ്റിക്സ് ആൻഡ് ബിലീവർ. പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. അത് അരിസ്റ്റോട്ടില് 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പൊളിറ്റിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ദ പൊളിറ്റിക്സ്. അപ്പൊ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ വാക്ക് പോളീസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലേക്ക് വന്നത്. പോളീസ് എന്ന് പറഞ്ഞാല് നമുക്ക് അപരിചിതമല്ല. നമ്മൾ ഈ മെട്രോപൊളിറ്റനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോളീസ് പറഞ്ഞാല് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിനാണ് പോളീസ് എന്ന് പറയുന്നത്. ഗ്രീക്ക് വ്യത്യസ്തമായിട്ടുള്ള സിറ്റി സ്റ്റേറ്റുകളാണ്. അപ്പോൾ അതിന്റെ അഫയേഴ്സിനെ കുറിച്ച് പറയാനായിട്ടാണ്. സിറ്റി സ്റ്റേറ്റിന്റെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളാണ്. ആ ഗ്രീക്ക് രാഷ്ട്രങ്ങളുടെ കാര്യങ്ങൾ, അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെയും ഭരണകാര്യങ്ങളെയും കുറിച്ച് പറയാൻ വേണ്ടിയാണ്
ഈ പൊളിറ്റിക്ക എന്നുള്ള വാക്ക് അവര് ഉപയോഗിച്ചത്. പോലീസിന്റെ കാര്യങ്ങൾ, ദ അഫയേഴ്സ് ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ്, അതാണ് യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സയൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് നമുക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അഫയേഴ്സ് ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ വിശ്വാസികൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പൊ നമുക്ക് ഇത് 3 മേഖലകളിലായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ബൈബിളും രാഷ്ട്രീയവും, രാഷ്ട്രീയത്തെ കുറിച്ചുള്ള രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിൽ ബൈബിൾ എന്താണ്, ബൈബിളിന്റെ നിലപാട് എന്താണ്. അതുപോലെ 2 വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം, വിശ്വാസിയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം പ്രായോഗികമായി. അടുത്തത് ചർച്ച് ആൻഡ് പൊളിറ്റിക്സ്, സഭാചരിത്രത്തില് സഭ ബൈബിളിലെ പ്രമാണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്. ഇങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിട്ടാണ് നമ്മൾ ഈ മൊത്തം വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ദൈവവും ബൈബിളും രാഷ്ട്രീയവും അല്ലെങ്കിൽ ബൈബിൾ ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള ശീർഷകത്തിൽ നമുക്ക് ബൈബിൾ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ദൈവവും അധികാരവും എന്നുള്ള വിഷയമാണ്. ഈ ബൈബിളും രാഷ്ട്രീയ അധികാരവും വരുമ്പോൾ അധികാരത്തിന്റെ ഉറവിടമെല്ലാം ദൈവമാണ് എന്നുള്ള കാര്യം ബൈബിൾ നമ്മോട് പറയുന്നത് കൊണ്ട്, ദൈവം ഈ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യന്റെ രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിച്ച് തന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സൃഷ്ടിയായ മനുഷ്യന്റെ എല്ലാ മേഖലകളെയും താല്പര്യമുള്ളവനും അതിനെ നിയന്ത്രിക്കുന്നവനുമാണ് ദൈവം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ശക്തമായ എല്ലാ മേഖലകളിലും ദൈവത്തിന് താല്പര്യമുണ്ട്. അവന്റെ ആത്മീയ, രാഷ്ട്രീയ, ഭൗതിക, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെല്ലാം ദൈവത്തിന് താല്പര്യമുള്ള വിഷയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയ വിഷയമാണ് എന്ന് നമുക്കറിയാം. കാരണം അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അതാണ് അതിന്റെ കേന്ദ്ര വിഷയം. എന്നാൽ മറ്റ് വിഷയങ്ങൾ, രാഷ്ട്രീയവും ഭൗതികവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ്, അവിടെയാണ് അതിന് പ്രസക്തിയുള്ളത്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഈ വിഷയങ്ങൾക്കെല്ലാം പ്രസക്തമാണ്. അതില് രാഷ്ട്രീയ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ മനുഷ്യന്റെ ഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ്. ഇപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം താൻ പരമാധികാരിയാണെങ്കിലും ഈ ലോകത്തിന്റെ അനുദിന കാര്യനിർവഹണത്തിനായിട്ട് ദൈവം അത് മനുഷ്യനെ ചുമതലപ്പെടുത്തുന്നതായിട്ടാണ് ദൈവം നമ്മോട് പറയുന്നത്. അങ്ങനെ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിലും ദൈവം തന്റെ പരമാധികാരത്തെ ആർക്കും ഏൽപ്പിച്ചിട്ടില്ല. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തില് ദൈവത്തിന് വളരെ താല്പര്യമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നാം രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി, അവ എങ്ങനെ വേർപിരിഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26 ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭൂതലത്തിലൊക്കെ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ ഓരോ ജാതികൾ എവിടെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തതും ദൈവമാണ്. അപ്പൊ ഈ ലോകരാഷ്ട്രങ്ങളെ ആര് ഭരിക്കണം എന്നുള്ള കാര്യം, ആരാണ് അവരെ ഭരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാല്, ഈ ഓരോ രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികളെ തീരുമാനിക്കുന്നത്, അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് നാം ലോകത്തിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരികളെ നിശ്ചയിച്ചത് ദൈവമാണ്. ദാനിയേലിന്റെ പുസ്തകം 4:17 നാം വായിക്കുന്നത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അത് തനിക്ക് ബോധിച്ചവന് ഏൽപ്പിച്ചു കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും എന്ന് ജീവനോടെ ഇരിക്കുന്നവർ അറിയണം എന്നാണ്.
അപ്പൊ അത്യുന്നതനായ ദൈവമാണ് മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാണ് അതിലെ ആളുകളെ നിയമിക്കുന്നതെന്ന് 4:17 4:25 4:32 ദാനിയേൽ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. അത് ദാനിയേൽ 2:21 രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്ന 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. റോമാലേഖനം 13-ാം അധ്യായത്തിന് 1-ാം വാക്യത്തില് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരമോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് റോമാലേഖനം പറയുന്നത്. അപ്പോൾ എല്ലാ അധികാരങ്ങളെയും നിയമിച്ച് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള രാഷ്ട്രങ്ങളുടെ ഭരണകാര്യത്തിൽ ദൈവത്തിന് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഒക്കെ നിശ്ചയിച്ചത് ദൈവമാണ് എന്ന് കൃത്യമായിട്ട് ബൈബിൾ പല പ്രാവശ്യം നമ്മളോട് പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അതിന് ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ദൈവം ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ രാജാക്കന്മാർ ഭരിക്കുന്നിടത്ത് അവിടെ കുടുംബങ്ങളുടെ പിന്തുടർച്ചയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബലമുള്ളവർ ചിലപ്പോൾ അധികാരം പിടിച്ചെടുക്കുന്ന പട്ടാള ഭരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാർഗത്തിൽ കൂടെ ഭരണം ദൈവമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഈ ഭരണാധികാരികൾ എങ്ങനെ ഭരിക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ദൈവമാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ ധാർമ്മിക വ്യക്തികളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ താൻ സൃഷ്ടിച്ച ഈ ഭൂമിയെ മനുഷ്യൻ ഭരിക്കുവാനായിട്ട് ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഭരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. 10 കൽപ്പനകളിൽ അധിഷ്ഠിതമായിട്ടുള്ള പെരുമാറ്റച്ചട്ടമാണ് എല്ലാ രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അതാണ് നൽകിയിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ കാലത്തുമുള്ള ജനതയ്ക്കും അതറിയാം. അവന് പാലിക്കാനായിട്ട് ധാർമ്മിക പ്രമാണങ്ങളും ശരിതെറ്റുകളും വിധിവിലക്കുകളും എല്ലാം ദൈവം മനുഷ്യനിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നുണ്ട്, അവരുടെ മനസ്സാക്ഷിയിലും. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഭരിക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഈ ഭരണാധികാരികൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചാൽ അതിന് ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പലപ്പോഴും ഈ നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവമാണ് ആളുകളെ നിയമിക്കുന്നതെങ്കിലും പാപം ചെയ്ത് പാപത്തിന് അധീനരായിട്ടുള്ള ഭരണാധികാരികളാണ് ഇവരെന്നതിനാല് ഇവര് മിക്കവാറും ദൈവത്തിന്റെ അധീനതയിലും തെന്നിമാറി പിശാചിന്റെ അധീനതയിലും സ്വാധീനത്തിലുമാണ് അവർക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ ഭരണപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് പലപ്പോഴും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം 14:30 കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന്. ഈ ലോകത്തിന്റെ പ്രഭു പിശാചാണെന്നാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ്. അപ്പൊ ദൈവം നിയമിച്ചിട്ടുള്ള ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഭരിക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ പിശാചിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത്, കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത്, അവന്റെ അധീനത്തിന് വിധേയമായിരിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ പരാജയമാണ്. എന്നാൽ ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങൾ ലംഘിച്ച് ഏത് ഭരണാധികാരികൾക്കും പോകുന്നതിനൊരു പരിധിയുണ്ട് എന്ന് നമുക്കറിയാം. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള സുസ്ഥിരമായ നിലനിൽപ്പുകൾക്ക് ഭീഷണിയായിട്ട് ഏത് ഭരണകൂടമെങ്കിലും തീർന്നാൽ അതിനെ ഈ ലോകത്തിൽ നിന്ന് ദൈവം ഉച്ചാടനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് അനേകം ഭരണകൂടങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. സോദോം ഗോമറ അതിന് ഉദാഹരണമാണ്, കനാനിന് ഉദാഹരണമാണ്, ബാബിലോണ്, പേർഷ്യ, അതുപോലെ ലോകം മുഴുവൻ ഭരിച്ച ബ്രിട്ടൻ, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ. അപ്പൊ അങ്ങനെ രാഷ്ട്രങ്ങള് ദൈവത്തിന്റെ പരിധികൾ, ദൈവം വെച്ചിട്ടുള്ള ധാർമ്മിക പരിധികൾ ലംഘിക്കുന്നവരെ ദൈവം നീക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മനുഷ്യന്റെ ഗവൺമെന്റ് എന്നുള്ള, മനുഷ്യന്റെ ഭരണം എന്നുള്ള ആ ഒരു രംഗത്ത് ദൈവമാണ് ഭരണാധികാരികളെ നിയമിക്കുകയും അതെങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യം ദൈവമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ പരിധികൾ ലംഘിച്ചാൽ ദൈവം ഇടപെടുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ അധികാരത്തിൽ മനുഷ്യന്റെ പങ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് വിചിന്തനം ചെയ്യണം. കാരണം അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ മനുഷ്യൻ എന്താണ് ഈ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം കാര്യം നടത്തുന്ന സ്ഥലത്ത് മനുഷ്യന്റെ പങ്ക് എന്ത് എന്നാണ് നമ്മൾ ചോദിച്ചാല്, യഥാർത്ഥത്തില് ദൈവം പലപ്പോഴും തന്റെ അധികാരം നടത്തുന്നത് നാം ചിന്തിച്ചതുപോലെ തന്നെ മനുഷ്യരിൽ കൂടെയാണ്. ദൈവം അങ്ങനെ അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ മനുഷ്യനോട് പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ ഭരിക്കുവാനായിട്ടാണ്. സകല ഭൂജന്തുക്കളെയും അടക്കി അവയുടെ മേൽ വാഴുവിൻ എന്നാണ് ദൈവം
മനുഷ്യനോട് പറഞ്ഞത്. അപ്പൊ സകലത്തെയും ഭരിക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ അവിടെ ആക്കി വെച്ചത്. ഏദൻ തോട്ടത്തിൽ മുതൽ എല്ലാ സ്ഥലങ്ങളും, ഏദൻ തോട്ടത്തിൽ തന്നെ വാഴ്ച അവന് കൊടുത്തിരുന്നു, എങ്ങനെ വാഴണമെന്ന് പറഞ്ഞു. അപ്പൊ ഏദൻ തോട്ടത്തിലെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലും തീരുമാനമെടുത്ത ദൈവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന് അത് അനുസരിക്കാതിരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ തന്റെ സാധ്യതകളെയും തന്റെ കഴിവുകളെയൊക്കെ ദുരുപയോഗം ചെയ്ത് മനുഷ്യൻ പാപിയായി തീർന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിച്ച്, ദൈവത്തിന്റെ വിധിവിലക്കുകളെ ലംഘിച്ച് പാപിയായി തീർന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭൗതികവും ധാർമ്മികവുമായിട്ടുള്ള മേഖലകളെ നിയന്ത്രിക്കേണ്ടത്, വളരെ ശക്തമായിട്ട് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പാപികളായിട്ടുള്ള ആളുകൾ ലോകത്തിൽ പെരുകുമ്പോൾ അവരെ നിയന്ത്രിക്കുവാനായിട്ട് ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ ആവശ്യമാണ് എന്ന് വന്നതുകൊണ്ട് ദൈവം ഹ്യൂമൻ ഗവൺമെന്റിന്, മാനുഷികമായ ഭരണകൂടങ്ങൾക്ക് ദൈവം തന്നെ രൂപം നൽകുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ഗവൺമെന്റുകളുടെ തുടക്കം നമ്മൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്, അതിന്റെ റിട്ടൺ ആയിട്ട് അതിന്റെ അധികാരങ്ങളെ കുറിച്ച് റെഫർ ചെയ്യുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യനെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ഉൽപ്പത്തി പുസ്തകം 9-5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. അപ്പോൾ അത് കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മനുഷ്യന്റെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യത്തെ ദൈവം എടുത്തു പറയുകയാണ്. അപ്പൊ അതിന് ഞാൻ പകരം ചോദിക്കും. ഞാൻ പകരം ചോദിക്കുന്നത് എങ്ങനെയാണ്? ദൈവം എങ്ങനെ പകരം ചോദിക്കുന്നത്? 6-ാം വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. അപ്പൊ മനുഷ്യനിലൂടെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുവാനുള്ള അധികാരം ദൈവം ഇവിടെ നൽകുന്നതിന്റെ എഴുതപ്പെട്ട രേഖയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് തന്നെയാണ് റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തില് അവൻ വെറുതെ അല്ല വാൾ വഹിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, വാളിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് അത് പത്രോസ് ചെയ്തതുപോലെ കാത് വെട്ടുവാനുള്ളതല്ല, അത് കഴുത്ത് വെട്ടുവാനുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ജീവന് പകരം ജീവനെടുത്ത് നീതി നടപ്പാക്കുവാനായിട്ട് ഉള്ള അധികാരം ദൈവം മനുഷ്യന് കൈമാറുന്നതായിട്ടാണ് പാപത്തിന് ശേഷം, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഗവൺമെന്റുകളെ ദൈവമാണ് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള മേഖലകളില് ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാനും അതിനെ മുന്നോട്ട് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ പാപിയായി തീർന്ന മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റുകളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഏത് രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ദൈവം ഗവൺമെന്റുകളെ വെച്ച ശേഷം ഏത് ഭരണകൂടവും ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങളെ എത്രത്തോളം അനുസരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ രാജ്യത്തിന്റെ വളർച്ചയും തളർച്ചയും ഇരിക്കുന്നത്. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളെയും ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ പ്രമാണങ്ങളോട് ഒട്ടുനിന്ന് രാജ്യത്തെ ഭരിക്കുന്ന രാഷ്ട്രങ്ങളും ജനതയും അഭിവൃദ്ധി പ്രാപിക്കുകയും അല്ലാത്ത ജനത, അതിനെ അവഗണിക്കുന്നവര് അധപതനത്തിലേക്കും നാശത്തിലേക്കും പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങൾ ലംഘിച്ച് വ്യഭിചാരവും കൊലപാതകവും മോഷണവും കളവും വഞ്ചനയും ഒക്കെ നടത്തുന്ന സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നത് അവ ധാർമ്മികമായി ജീർണിച്ച് ക്ഷയിച്ച് അങ്ങനെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവമാണ് പരമാധികാരിയെങ്കിലും ദൈവം തന്റെ അധികാരത്തെ മനുഷ്യനുമായിട്ട് പങ്കിട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തില് ഭരണകൂടങ്ങൾ. അതിന്റെ കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് വിശ്വാസിയും രാഷ്ട്രീയവും പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസ സമൂഹം അവരെങ്ങനെയാണ് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റേ വിജാതീയർ ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ വിശ്വാസികൾ എങ്ങനെയാണ്, വിശ്വാസികൾ അത് ഇൻവോൾവ് ചെയ്തിരുന്നോ എന്നുള്ള കാര്യം നാം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലെ അധികാരം കൈയാളിയ ആദ്യ വിശ്വാസിയായിട്ട് നാം കാണുന്നത് അബ്രഹാമിന്റെ സമകാലികനായ ശാലേം രാജാവായ മെൽക്കിസദേക്കിനെയാണ്. മെൽക്കിസദേക്കാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ അധികാരം കൈയാളിയ വിശ്വാസിയായിട്ട് ദൈവവചനം നമ്മെ പരിചയപ്പെടുത്തുന്നത്.
നാം അതിന്റെ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം പരിശോധിച്ചാല് അബ്രഹാം ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് സോദോം ഗൊമോറയിൽ അവരെ ആക്രമിക്കുവാനായിട്ട് വന്ന രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ 14:18 നമ്മൾ കാണുന്നത്, ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, അബ്രഹാം അവന് ദശാംശം കൊടുക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ശാലേം രാജാവായിട്ടുള്ള മൽക്കിസദേക്ക് ദൈവത്തിന്റെ മഹാപുരോഹിതനായ വ്യക്തി. അടുത്തതായിട്ട് രാഷ്ട്രീയ അധികാരം കൈയാളിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രഹാമിന്റെ സമകാലീനായ മറ്റൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ അത് നമുക്ക് പരിചയമുള്ള യോബാണ്. യോബിനെ കുറിച്ച് 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യോബ് രാഷ്ട്രീയ അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ്. എത്രത്തോളം അദ്ദേഹം ഒരു നാട്ടുരാജാവായിരിക്കാം അന്നത്തെ കാലത്ത്, നമുക്ക് എത്രത്തോളം അദ്ദേഹത്തിന്റെ പദവി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടായെങ്കിൽ 29-ാമത്തെ അധ്യായം വായിച്ചാല് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്, ഞാൻ പുറപ്പെട്ട പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ട് ഓടി ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വായ് പൊത്തുമെന്നാണ്. അപ്പൊ പ്രഭുക്കന്മാരുടെ മേലും അധികാരമുള്ള കസേരയാണ്, അധികാരത്തിന്റെ കസേരയുള്ള വ്യക്തിയായിരുന്നു യോബ്. അദ്ദേഹം തന്റെ അധികാരം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 16-17 വാക്യങ്ങളില്, 29-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളില്, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു, നീതി കെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവന്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എന്നാണ്. അധികാരം ഉപയോഗിച്ച് റിട്രിബ്യൂഷൻ നടത്തുന്ന അല്ലെങ്കിൽ ന്യായം നടത്തുന്ന ഒരു യോബിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ വ്യക്തികള് ഇവർ രണ്ടുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് നമുക്കറിയാം, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച ശേഷം ന്യായാധിപന്മാർ ഒരു പരിധിവരെ അധികാരം നടത്തി. പിന്നീട് ഒരു രാഷ്ട്രമായുള്ള കിങ്ഡമായിട്ട് ഇസ്രായേൽ തീർന്നപ്പോൾ ശൗലും പിന്നീട് ദാവീദിനെ പോലെയുള്ള ഭക്തന്മാരായിട്ടുള്ള വ്യക്തികളും രാജസ്ഥാനത്ത് വന്ന് അധികാരം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ അധികം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പഴയ നിയമത്തില് വിശ്വാസികൾ രാഷ്ട്രീയത്തില് വ്യക്തമായി ഇടപെടുകയും വ്യക്തമായിട്ട് അധികാരങ്ങൾ നടത്തുകയും തങ്ങളുടെ നീതി നടപ്പാക്കുകയും ചെയ്തതായിട്ടാണ്. അവർക്ക് ഇന്ന് നമ്മൾ പറയുന്നത് പോലുള്ള ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയം അവർക്ക് അവരുടെ കൈപ്പിടിയുടെ അപ്പുറത്തായിരുന്നില്ല, അവര് അതിൽ ഉൾപ്പെട്ടിരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വിശ്വാസിയും പുതിയ നിയമത്തിൽ രാഷ്ട്രീയവും വിശ്വാസിയും എന്നുള്ള കാര്യം ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പ്രസക്തമായിട്ടുള്ളത് പ്രധാനമായിട്ടും പുതിയ നിയമത്തിന്റെ നിലപാടുകളാണ്. നമുക്ക് പുതിയ നിയമത്തിലെ പ്രധാന വ്യക്തികൾ രണ്ട് വ്യക്തികളാണ്. ഒന്ന് കർത്താവും മറ്റു തന്റെ അപ്പസ്തോലന്മാരുമാണ്. ഒന്നൊരു കൂട്ടരും ഒന്നൊരു വ്യക്തിയുമാണ്. അപ്പോൾ ഈ കർത്താവിന്റെയും അപ്പസ്തോലന്മാരുടെയും നിലപാടുകൾ എന്തായിരുന്നു രാഷ്ട്രീയത്തെ കുറിച്ച് എന്നുള്ളത് നാം പരിശോധിക്കുന്നത് നമ്മളുടെ നിലപാടുകൾ നമുക്ക് രൂപീകരിക്കുന്നതിന് സഹായിക്കും. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അധികാരത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രയോഗങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ആകെ വ്യത്യാസപ്പെടുകയാണ്. കർത്താവിന്റെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ചാൽ കർത്താവിന്റെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ വിജാതീയ രാജാവായ ഹേറോദാസിന്റെ സ്വകാര്യ കുടുംബജീവിതത്തിൽ ഇടപെടുകയും തടവിലാക്കപ്പെടുകയും ശിരച്ഛേദനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതേ ഗലീലയിൽ 3.5 വർഷം കർത്താവ് പ്രവർത്തിച്ചപ്പോൾ കർത്താവ് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലോ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലോ യാതൊരു ഇടപെടലുകളും നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ കർത്താവ് ജീവിക്കുമ്പോൾ അന്നും ഹേരോദാവിന്റെ ഭാര്യ അവന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയായിരുന്നു. കർത്താവിന്റെ ലക്ഷ്യം മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. കർത്താവിന്റെ നോട്ടം കാൽവരിയിലെ ക്രൂശായിരുന്നു. കർത്താവ് ഒരിക്കലും റോമിന്റെ രാഷ്ട്രീയത്തിലോ ഗലീലയിലെ നാട്ടുരാജാവായിട്ടുള്ള ഹേരോദാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലോ കർത്താവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് അങ്ങനെ ചെയ്തില്ല. കർത്താവിന്റെ ഭൗതിക രാഷ്ട്രീയ നിലപാടുകളുടെ കൃത്യവും ആത്യന്തികവും വ്യക്തവുമായിട്ടുള്ള പ്രഖ്യാപനം കർത്താവ് നടത്തിയത് പീലാത്തോസിന്റെ മുമ്പിലാണ്.
യോഹന്നാന്റെ സുവിശേഷം 18:36 കർത്താവ് പറഞ്ഞ പ്രഖ്യാപനം 18-ാം അധ്യായത്തിന് 36-37 നമ്മൾ വായിച്ചാൽ അതാണ് പുതിയ നിയമത്തിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന രാഷ്ട്രീയ സമീപനത്തിന്റെ ആത്യന്തികമായിട്ടുള്ള രേഖ. അതിനടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയ നിലപാടുകൾ രൂപീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകന്മാർ എനിക്കായി പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ പിലാത്തോസ് ചോദിച്ചു, നീ പറഞ്ഞതുപോലെ നീ രാജാവാണോ എന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞാൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് രാജാവ് ആണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതൊരു ഐഹിക രാജ്യമല്ല. ഇവിടെ പോരാടി വിജയിക്കുവാനായിട്ട് വന്ന, ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് അനുദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് വന്ന വ്യക്തിയല്ല കർത്താവ്. അതാണ് കർത്താവിന്റെ നിലപാട്. അപ്പസ്തലന്മാരുടെ നിലപാട് എന്താണ്? അപ്പസ്തലന്മാരുടെ നിലപാട് നമ്മൾ പരിശോധിച്ചാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അധികാര പരിധികളിൽ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്ത അപ്പസ്തലന്മാർ ആരെങ്കിലും അവിടെയുള്ള അനുദിന രാഷ്ട്രീയത്തിൽ ഇടപെട്ടതായിട്ട് രേഖകളില്ല. അവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അവർ സ്നേഹത്തിലായിരുന്നു, അവരുടെ സ്നേഹിതന്മാരായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അനുദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ അവരെ ആരും ഇടപെട്ടില്ല. രാഷ്ട്രങ്ങൾ അനുവദിച്ച ആനുകൂല്യങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് അപ്പസ്തലനായ പൗലോസ് പൗരത്വത്തിന്റെ ആനുകൂല്യങ്ങൾ അവകാശപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ തന്നെ റോമിലെ പൗരത്വം താൽക്കാലികമായിരുന്നു. യഥാർത്ഥ പൗരത്വം, വിശ്വാസിയുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും. നമ്മൾ ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ഫിലിപ്പിയരെയാണ് നാം കാണുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ ഫിലിപ്പിയയിൽ വസിക്കുന്ന സഭയ്ക്ക്, ഫിലിപ്പിയയിലുള്ള സഭ തീർച്ചയായിട്ടും അവര് റോമിന്റെ കോളനിയാണ്. റോമൻ സിറ്റിസൺഷിപ്പ് ഫിലിപ്പിയയിലുള്ളവർക്കുണ്ട്. എന്നാൽ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് നിലനിൽക്കുന്ന മറ്റൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഒരു പൗരത്വമുണ്ട്. അതാണ് അവരെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിന്റെയും അപ്പസ്തലന്മാരുടെയും നിലപാടുകൾ പരിശോധിച്ചാല് അവർ നിന്ന ആ ഒരു റിലം ഏതാണ്, അവർ നിന്ന ഒരു മേഖല ഏതാണെന്ന് പരിശോധിച്ച് ആ മേഖലയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത് ആവശ്യമാണ്. അവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിലെ താൽക്കാലികതകളിൽ നിന്നും ഉയർന്ന് സ്വർഗസ്ഥ സ്ഥലങ്ങളിൽ വസിക്കുകയും സ്വർഗീയ പൗരന്മാരായി ഇരുന്നു കൊണ്ട് ഭൂമിയിലെ അനുദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ അനുദിന ജീവിതത്തില് ക്രിയാത്മകമായിട്ട് വീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവർ ഈ പുതിയ നിയമത്തിലെ നമ്മൾ കർത്താവിലൂടെയും അപ്പസ്തലന്മാരിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ താൽക്കാലികതയിൽ നിന്ന് ഉയർന്ന് സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്ന് സ്വർഗീയ പൗരന്മാരായി അവിടെ ഇരുന്ന് കാര്യങ്ങളില് കൃത്യമായിട്ട് വീക്ഷിക്കുന്ന, ക്രിയാത്മകമായിട്ട് വീക്ഷിക്കുന്ന വ്യക്തികളുടെ ഒരു ചിത്രമാണ് നമുക്ക് അവരിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരെ പഠിക്കുമ്പോൾ നമുക്ക് അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല്, അബ്രഹാമിന് ദൈവം കാനാൻ ദേശം വാഗ്ദത്തം ചെയ്തപ്പോൾ കാനാനില് 200 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ 100 മൈല് വീതിയും 200 മൈല് നീളവുമുള്ള പാലസ്തീനിലെ ഒരു പ്രദേശം കിട്ടും എന്നല്ല യഥാർത്ഥത്തില് സ്ഥിരമായിട്ട് അത് ലഭിക്കുകയെന്നല്ല, അത് ലഭിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ അബ്രഹാം അതിനുവേണ്ടി കാത്തിരുന്നത് അതിനുവേണ്ടി അല്ല എന്ന് വ്യക്തമായിട്ട് എബ്രായ ലേഖനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നു എന്നാണ്. അവരോ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിനക്ക് ഈ കനാൻ ദേശം തരാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായത് ഈ ഭൗതിക കാനാൻ അല്ല ശാശ്വത അവകാശം എന്നാണ് അബ്രഹാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇതേ മനസ്സിലാക്കലാണ് പുതിയ നിയമത്തിലെ അപ്പസ്തലന്മാരുടെയും കർത്താവിന്റെ പഠിപ്പീരുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ഈ ലോകത്തിലെ നിലപാടുകളും ജീവിതവും ഇത്തരത്തിലായിരിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അബ്രഹാം നമ്മളുടെ പിതാവാണെങ്കിൽ പൈതൃകമായിട്ട് നമ്മളുടെ നിലപാട് അതായിരിക്കണം. അല്ല, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണെങ്കിൽ പുതിയ നിയമത്തിൽ നാം കാണുന്നത് ഇതാണ്. അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തിന്റെ നിലപാടുകൾ ഈ ലോകത്തിന്റെ താൽക്കാലികതകളിൽ നിന്ന് ഉയർന്ന കാര്യങ്ങളെ കാണുവാനും ഇടപെടുവാനും കഴിയുമ്പോഴാണ്
അതൊക്കെ സ്വർഗീയ ഇടപെടലുകളായിട്ട് മാറുന്നത്. ഈ ലോകത്തിൽ നിന്നിന്റെ താൽക്കാലികതകളിൽ നിന്ന് നമുക്ക് ഉയർന്നു നിൽക്കുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ താൽക്കാലികതകൾപ്പെട്ട് നാം അതിന്റെ ഒരു ഭാഗമായിട്ട് മാറിപ്പോകും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ വ്യത്യസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യഥാർത്ഥത്തിൽ ദൈവം വിശ്വാസികളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാണ്. കർത്താവിന്റെ ലക്ഷ്യം മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. കർത്താവിന്റെ നോട്ടം കാൽവരിയിലേക്കായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ ലക്ഷ്യവും മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. വിശ്വാസികളുടെ നോട്ടവും അവരുടെ ലക്ഷ്യവും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അതാണ് നമ്മളുടെ ദൈവ വചനത്തിന്റെ നിലപാടുകൾ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായിരുന്നു അപ്പസ്തോലന്മാരുടെ, പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരുടെ സമീപനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് നമ്മൾ ബൈബിൾ ഇതിനെ കുറിച്ച് പറയുന്നു. ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസികൾ എങ്ങനെയാണ് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് വരുന്ന വെളിപ്പാടുകൾ എന്താണ് എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളോട് എന്താണ് പറയുന്നത്? വിശ്വാസികളുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കണം? വിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ നിലപാടുകളെ കുറിച്ച് ബൈബിൾ നൽകുന്ന ഗൈഡ് ലൈൻസ് എന്താണ് എന്നുള്ള കാര്യം നാം പരിശോധിക്കാനായിട്ട് പോവുകയാണ്. രണ്ടാമത്, ബൈബിൾ പൊതുവെ പറയുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇത് നമ്മുടെ വ്യക്തിപരമായിട്ട് പറയുന്നത്, നമ്മുടെ പ്രായോഗിക നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഈ ലോകത്തിലുള്ള ഇടപെടലുകളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കൂടെ നാം കാണുന്നത് കർത്താവിന്റെ പ്രസ്താവന തന്നെയാണ്. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്നുള്ള മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ കർത്താവിന്റെ പ്രഖ്യാപനമാണ്. കൈസർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയ മേഖലയിൽ കൊടുക്കുവാനുള്ളത്, നാം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് കർത്താവ് അവിടെ നൽകുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന, നമ്മളുടെ വിശ്വാസികളുടെ ഇടപെടലുകളെ നിയന്ത്രിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വേദഭാഗം പരിചയമുള്ള വേദഭാഗമാണ്. അതാണ് നമ്മളുടെ ഇടപെടലുകളെ കുറിച്ചുള്ള പുതിയ നിയമത്തിന്റെ ഗൈഡ് ലൈൻസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നാം കർത്താവ് പറയുന്നതായിട്ട് നാം കാണുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരും? തുടർന്ന് 14-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്, അപ്പോൾ വീട്ടിലുള്ളവർ പ്രകാശം നൽകും. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥ പിതാവിനെ അംശുദ്ധപ്പെടുത്തണം എന്നാണ് അവിടെ കർത്താവ് നമ്മോട് പറയുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ഇടപെടലുകളെ നിയന്ത്രിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ രൂപരേഖ എന്താണെന്ന് ചോദിച്ചാൽ, അവരെങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത് ഭൂമിയുടെ ഉപ്പായിട്ട് പ്രവർത്തിക്കണമെന്നാണ്. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാനായിട്ടുള്ള, അതിൽ ഉൾപ്പെട്ട് അതിന്റെ ഒരു ഭാഗമായി തീർന്നു പോകാൻ, ലോത്തിനെ പോലെ അതിന്റെ ഭാഗമായി പോകുവാനായിട്ടല്ല, അബ്രഹാമിനെ പോലെ വ്യത്യസ്തനായി നിന്നുകൊണ്ട് ഇടപെടുവാനായിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ഉപ്പിനെ കുറിച്ച് നമുക്കറിയാം, അത് ഇടപെടുന്നതാണ്. അതിനെ നമ്മൾ ഒരു ഭക്ഷണപദാർത്ഥത്തിൽ വെച്ച് അതിനെ കാണാത്ത രീതിയിൽ അത് ആ ഭക്ഷണപദാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപ്പെന്ന നിലയിൽ അതൊരു പ്രിസർവേറ്റീവ്, ഒരു സംരക്ഷണ ഉപാധിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉപ്പിനെ കുറിച്ച് നമുക്ക് കർത്താവ് പറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലമാണ്, നമുക്കറിയാം. ഉപ്പിലിട്ട് സൂക്ഷിക്കും. ഇന്ന് നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ടല്ലോ. അപ്പൊ ഉപ്പിന്റെ എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപയോഗം, അതൊരു സംരക്ഷണ ഉപാധിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ ഭൗതിക പുരോഗതി അതിന് എത്രയുണ്ടായാലും അതിന്റെ എതിർദിശയിലുള്ള അതിന്റെ അധപ്പതനത്തിലേക്ക് പോകുവാനായിട്ടുള്ള പ്രവണത ലോകത്തിനുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്യാൻസർ ബാധിച്ചതുപോലെ സമൂഹം അങ്ങനെ ഉയരത്തിൽ നിന്നുള്ള സ്വാധീനമില്ല എങ്കിൽ ധാർമ്മികമായ അപചയത്തിലേക്ക് പോകുന്ന സമൂഹത്തെയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ആൽഫ്രഡ് ടെന്നീസൺ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, പശ്ചാത്തലം വേറെയാണെങ്കിലും, ദാറ്റ് റോട്ടിംഗ് ഇൻവേർഡ് സ്ലോലി മോൾഡേഴ്സ് ഓൾ. ദാറ്റ് റോട്ടിംഗ് ഇൻവേർഡ് സ്ലോലി മോൾഡേഴ്സ് ഓൾ. ആന്തരികമായിട്ടുള്ള ജീർണത ക്രമേണ മുഴുവനെയും നശിപ്പിക്കും എന്നാണ് ടെന്നീസന്റെ കവിതയിൽ പറഞ്ഞത്. ആന്തരികമായിട്ടുള്ള ജീർണത ബാധിച്ചത്, അത് നമുക്കറിയാം, ജീർണത പുറത്തു നിന്നാണെങ്കിൽ പുത്തുവരുത്തമുണ്ട്, എന്നാൽ ഉള്ളിൽ ജീർണത ബാധിച്ചാൽ അത് അതിനെ മുഴുവനും നശിപ്പിക്കും. അങ്ങനെ ഉള്ളിൽ ജീർണത ബാധിച്ച മാനവ സമൂഹത്തിന് ശുദ്ധീകരണം നടത്തുവാൻ, അതിനെ ഒരു പ്രിസർവേറ്റീവായിട്ട് അതിനെ സൂക്ഷിക്കുവാനായിട്ട്, അതിനൊരു കൗണ്ടറാക്റ്റീവ് എലമെന്റ് ആയിട്ട് സമൂഹത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല, അത് ക്രിസ്തീയ ധാർമ്മികത അത് മാത്രമാണ്.
അതാണ് ഉപ്പെന്ന നിലയിൽ വിശ്വാസികൾക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ജീർണിച്ച ഒരു സമൂഹത്തില് ആ ജീർണതയ്ക്ക് അതീതരായി നിന്നുകൊണ്ട് അതിനെ ധാർമ്മികതയിൽ സൂക്ഷിക്കുവാനായിട്ട്, ധാർമ്മികതയിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നിലപാടുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വമാണ്. രണ്ടാമത് നമുക്കറിയാം, ഉപ്പിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഉപ്പിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് രുചി വരുത്തുക എന്നുള്ളത്. ഈ ലോകത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യഭിചാരവും കൊലപാതകവും മോഷണവും കളവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ഏകാന്തതയും അങ്ങനെ എല്ലാം ബാധിച്ച് എല്ലാ രസവും നഷ്ടപ്പെട്ട് നിരാശയിലും ദുഃഖത്തിലും ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിതത്തിന് ആശയും ആവേശവും നൽകാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. വിശ്വാസിക്കും അവൻ പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷത്തിന് മാത്രമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും പ്രത്യാശ നൽകുവാനായിട്ട് വേറെ എന്ത് സന്ദേശത്തിനോ വേറെ ഏത് വ്യക്തികൾക്കോ ആണ് കഴിയുന്നത്? നമ്മൾ ഉദാഹരണം നോക്കിയാൽ, എന്തേ ഈ കേരളത്തിന് ഇത്ര രുചി? ഇന്ത്യൻ സമൂഹത്തില് എന്തുകൊണ്ട് കേരളീയ സമൂഹത്തിന് ഇത്ര രുചി എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ, നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കേരളത്തിന്റെ സമൂഹം വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ധാർമ്മികതയും ഇവിടുത്തെ ആളുകളുടെ നിലപാടുകളും അവരുടെ മൂല്യങ്ങളൊക്കെ മറ്റ് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് കേരളത്തെ വ്യത്യസ്തമാക്കിയത്? ഈ വ്യത്യസ്തമായിട്ടൊരു രുചി കേരളത്തിന് നൽകിയത് ഇവിടെ വന്ന സുവിശേഷ സന്ദേശത്തെ ഒരു വലിയ വിഭാഗം സ്വീകരിക്കുകയും ഈ സമൂഹത്തിന്റെ ധാർമ്മികത എന്നുള്ളത് ബൈബിളിനാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിന്റെ രുചി വ്യത്യസ്തമാക്കിയത്. യഥാർത്ഥത്തിൽ അതാണ് ദൈവം ക്രിസ്തീയത കൊണ്ട് ഒരു സമൂഹത്തിന്റെ സ്വാധീനമായിട്ട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തില് ദൈവം ഉദ്ദേശിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഈ ലോകത്തിന് വെളിച്ചമായിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വെളിച്ചത്തെ വഹിക്കുക എന്നല്ല, നിങ്ങൾ വെളിച്ചമായിരിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. അതാണ് നമ്മളുടെ രണ്ടാമതായിട്ടുള്ള നമ്മളുടെ ഉത്തരവാദിത്വം. നോട്ട് ടു ക്യാരി ദ ലൈറ്റ് ബട്ട് യു ആർ ദ ലൈറ്റ് എന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സത്യത്തിന്റെ പ്രകാശത്തെ, നമുക്കൊരു അമൂർത്തമായ പ്രകാശത്തെ സത്യമായി, ഉപദേശമായി, വിശ്വാസമാക്കി നമ്മൾ പിടിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അത് സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപദേശവും നമ്മളുടെ വിശ്വാസവും ഒക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള തലത്തിൽ നമ്മൾ പിടിക്കണം. എന്നാൽ സത്യം ശക്തമായിട്ട് അനുഭവപ്പെടുന്നത് അത് ജീവസിറ്റതായിരിക്കുമ്പോഴാണ്. ഹൃദയങ്ങളിൽ അത് സത്യം ജ്വലിക്കണം, മനുഷ്യന്റെ നാവുകളിൽ അത് ജ്വലിക്കണം, മനുഷ്യ ജീവിതത്തിൽ അത് പ്രകാശിച്ച് കാണണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ പിടിച്ചിരിക്കുന്ന സത്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ, അവന്റെ നിലപാടുകളിൽ അത് ഒരു ജ്വാലയായിട്ട് കാണുമ്പോൾ, അവന്റെ ജീവിതത്തിൽ അത് പ്രകാശിക്കുമ്പോൾ അത് സമൂഹത്തിന് വലിയ ഒരു മാർഗദർശകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ പ്രകാശമാണ്. ഈ ലോകത്തിൽ ഏറ്റവും വെളിച്ചം നൽകി പ്രകാശിച്ച വ്യക്തി നമ്മുടെ കർത്താവാണ്. എന്നാൽ നമുക്കറിയാം, കർത്താവ് കുറഞ്ഞ ഒരു കാലത്തേക്ക് മാത്രമേ പ്രകാശമായിട്ട് ഈ ലോകത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം, ഈ യുഗത്തിന്റെ അവസാനത്തോളം ഈ ലോകത്തിന് പ്രകാശം ആവശ്യമുണ്ട്. അത് കൊടുക്കുവാനായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നത് തന്റെ ശിഷ്യന്മാരെയാണ്. അപ്പോൾ പാപത്തിന്റെ അധർമ്മത്തിലും അന്ധകാരത്തിലും ഇരിക്കുന്ന ലോകത്തിന് ബോധവൽക്കരണം നടത്തി തിന്മയെ ചെറുക്കുവാനുള്ള ഉത്തരവാദിത്വം, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാനായിട്ട് വരുവാനുള്ള അപകടങ്ങളെ തുറന്നു കാണിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ് വെളിച്ചം എന്ന നിലയില്, പ്രകാശം എന്ന നിലയില് കർത്താവ് വിശ്വാസികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ യെശയ്യാ പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആ ഒരു പ്രവചനത്തിന്റെ അതേ ചുവട് പിടിച്ചാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ പുസ്തകം നമ്മൾ വായിക്കുന്ന, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിന്മേൽ സ്ഥാപിച്ചതും കുന്നുകൾക്കും ഇത് ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലുമെന്നാണ്. ഒരു വിശ്വാസിയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് മലമേൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശമായിട്ടാണ്, ലോകത്തിന് വെളിച്ചം നൽകുവാനായിട്ട്. ലോകത്തിന്റെ അധാർമികതകളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ വീഴ്ചകളിലും നിലനിൽക്കുന്ന ലോകത്തിന് പ്രകാശ സ്തംഭങ്ങളായിട്ട് ഇരിക്കുവാനായിട്ടാണ് വിശ്വാസികളെ ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വിശ്വാസി തന്നെ ലോകത്തിന്റെ അധാർമികതയിലും മോഹങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ചെളിക്കുട്ടുകളിലൊക്കെ വീണ് അങ്ങനെ നശിക്കുവാനായിട്ട്, അതിന്റെ ഒരു ഭാഗമായി തീരുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിന് വെളിച്ചമായിരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
നമുക്കറിയാം, കർത്താവ് പറഞ്ഞിടത്ത് തന്റെ ജനം ഒരു ന്യൂനപക്ഷമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങള് ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് വിശ്വാസികളെ കുറിച്ച് പറയുന്നത്. വിശ്വാസികൾ ഒരു ചെറിയ ആട്ടിൻകൂട്ടമാണ്. അപ്പൊ അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെയും ഉപ്പിന്റെയും സ്വാധീനമാണ് ഒരു സമൂഹത്തില്. അല്ലാതെ ലോകത്തിന്റെ ചെളിക്കുണ്ടുകളുടെ ഒരു വീണ് അതിന്റെ ഒരു ഭാഗമായി തീരുവാനായിട്ട് വിശ്വാസികളെ ദൈവം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പുതിയ നിയമവിശ്വാസികൾ അധികാരം നടത്തുവാനായിട്ടുള്ള അവകാശം ദൈവം തന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തില് യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാട് എന്ന് ഇത്രയും പഠിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അതിനെക്കുറിച്ച് പറയുന്നത് പുതിയ നിയമവിശ്വാസികൾ അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിൽ ഇടപെടരുത്, അത് നടത്തുവാനുള്ള അവകാശം ദൈവം അവർക്ക് നൽകിയിട്ടില്ല. അതിനെക്കുറിച്ച് കാരണമായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത്, അപ്പസ്തലന്മാർ ലേഖനങ്ങളിലെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ദാസന്മാർക്കും യജമാന്മാർക്കും എല്ലാം നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഭരിക്കുന്നവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, ഭർത്താക്കന്മാരെ എന്ന് അഭിസംബോധന ചെയ്തതുപോലെ, ഭാര്യമാരെ എന്ന് അഭിസംബോധന ചെയ്തതുപോലെ ഭരിക്കുന്നവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അപ്പസ്തലന്മാരൊന്നും സംസാരിക്കുന്നില്ല. എങ്ങനെ ഭരിക്കണമെന്ന് ദൈവം പറയുന്നില്ല. അങ്ങനെ പറയാത്തതിന് കാരണം വിശ്വാസികൾ ഈ ലോകത്തെ ഭരിക്കുന്നവരായിട്ട് തീരണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമെന്നാണ് യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാട്. ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ വിശ്വാസികൾ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ എങ്ങനെ ഭരിക്കണമെന്ന് തീർച്ചയായിട്ടും പറയുമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം? എല്ലാവരും വിശ്വാസികളാണ് നിർബന്ധമില്ല. എന്നാൽ ബൈബിളിന്റെ മൂല്യങ്ങളെ അംഗീകരിക്കുന്ന, ബൈബിളിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന മഹാഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തില് വിശ്വാസികളുടെ ഭരണകരമായിട്ടുള്ള നിലപാട് എന്തായിരിക്കും? അങ്ങനെ ഒരു സമൂഹത്തിലെ വിശ്വാസികൾ മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ അവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. എന്നാൽ ബൈബിളിനെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളില് അവരൊക്കെ മാറി നിന്ന് അങ്ങനെ ദൈവത്തെ എതിർക്കുന്ന, ബൈബിളിനെ എതിർക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും അത് അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും നിയമനിർമ്മാണത്തിലും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ വിശ്വാസികൾക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് തീരാ, അല്ലെങ്കിൽ നിലപാടുകൾ കൊണ്ട് അതിനെ സ്വാധീനിക്കുന്ന വലിയ ഉത്തരവാദിത്വം വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും മൂല്യങ്ങളെയും അംഗീകരിക്കുന്ന ആളുകൾ ഭരണത്തിലേക്ക് വരുവാനായിട്ട്, അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുവാനായിട്ട്, അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുപോലെ ബൈബിൾ വിശ്വാസികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങൾ, ന്യൂനപക്ഷമായിരിക്കുന്ന ഇന്ത്യ പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, അവിടെയും ഒരു ധാർമ്മിക സ്വാധീനമായിരിക്കുവാനായിട്ട് വിശ്വാസികൾ സാധിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അത് ആ ഒരു മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് നയപരമായി ഗവൺമെന്റിന്റെ നയപരമായ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും പുതിയ അഭിപ്രായം രൂപീകരിക്കപ്പെടുവാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾക്കുള്ള ഉത്തരവാദിത്വമാണ്. മാറി നിൽക്കുവാനായിട്ടല്ല. സമൂഹത്തിന്റെ ഉപ്പും വെളിച്ചവുമായി സമൂഹത്തിൽ നിലനിന്ന് അതിന്റെ ഒരു സ്വാധീനമായി, ക്രിയാത്മകമായിട്ടുള്ള സ്വാധീനമായിട്ട് നമുക്ക് നമ്മുടെ നിലപാടുകൾ കൊണ്ട് മാറാനായിട്ട് സാധിക്കും. അതുപോലെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ രൂപീകരിച്ച ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുവാനായിട്ട് നിലപാടുകൾ അധിഷ്ഠിതമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുവാനായിട്ട് ആളുകളെ തയ്യാറാക്കുവാൻ, പ്രത്യേകിച്ച് ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളെ തയ്യാറാക്കുവാനായിട്ട് വിശ്വാസികൾക്ക് ഇടപെടുവാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടല് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും, ഉപ്പും വെളിച്ചവും എന്ന നിലയിൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദാനിയേലിനെയും ജോസഫിനെയും പോലെ ദൈവം നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള ധാരാളം ഇടപെടലുകൾ നടത്തുവാനായിട്ട് സാധിക്കും. മാറി നിൽക്കുവാനായിട്ടല്ല യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട്, അതിന്റെ അധപ്പതനത്തിന്റെ ഭാഗമായി തീരാതെ ആ അധപ്പതനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ സമൂഹത്തിന്റെ പ്രിസർവേറ്റീവായിട്ട്, അത് നമുക്കറിയാം നശിച്ചു പോകാനുള്ള സമൂഹമാണെങ്കിലും അത് നിലനിൽക്കുന്ന കാലത്തോളം അവിടെ ക്രിയാത്മകമായിട്ടുള്ള സ്വാധീനമായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഇതാണ് വിശ്വാസികളുടെ നിലപാടിനെ കുറിച്ച് നമുക്ക് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കുള്ള സമയത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് സഭയും രാഷ്ട്രീയവും, സഭ എന്ത് നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തത് എന്ന് നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, സമയം കൊണ്ട് നമുക്ക് പരിശോധിക്കാം. സഭയുടെ നിലപാട് എന്തായിരുന്നു? രാഷ്ട്രീയത്തോട് സഭയുടെ നിലപാട് എന്തായിരുന്നു? ബൈബിളിന്റെ ഈ പ്രമാണങ്ങളോട് സഭ എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൈതൃകം എന്നുള്ളത്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതിനെ പരിശോധിക്കുമ്പോൾ 2000 വർഷത്തെ ചരിത്രം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ടാണ് പരിശോധിക്കേണ്ടത്. ഒന്നാമതായിട്ട് റോമൻ കത്തോലിക്ക സഭയെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കാരണം നമുക്കറിയാം, സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ ക്രിസ്തീയ സഭയുടെ മുഖമായി ലോകം കണ്ടത് റോമൻ കത്തോലിക്ക പ്രസ്ഥാനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് സഭാചരിത്രം പരിശോധിക്കുമ്പോൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. റോമൻ കത്തോലിക്ക സഭ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെട്ട് യുദ്ധങ്ങളും കൊല്ലയും നടത്തുകയും ചക്രവർത്തിമാരെ പോലും നിയന്ത്രിച്ചുകൊണ്ട്, ചക്രവർത്തിമാരുടെ മേലെ നിന്നുകൊണ്ട് സമാന്തരമായിട്ടുള്ള ഭരണ സംവിധാനം നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെയൊക്കെ ചക്രവർത്തിയുടെ വരെ നിയന്ത്രണം അന്നത്തെ റോമൻ സഭയ്ക്കായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ പോപ്പായി തീർന്ന ഗ്രിഗറിയുടെ കാലം മുതലാണ്, 590 മുതലാണ് യഥാർത്ഥത്തില് താന് ഒരു യൂണിവേഴ്സൽ പോപ്പ് എന്നുള്ള സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, കിഴക്കിലെ മെട്രോപൊളിറ്റൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം ഒരു പോപ്പ് അല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പോപ്പിനുള്ള എല്ലാ അവകാശങ്ങളും സ്വീകരിച്ചിരുന്നു ഗ്രിഗറി. അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യമുണ്ടെന്ന് ഗ്രിഗറി ഒന്നാമൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അദ്ദേഹം 590 മുതലാണ് അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം 604 വരെ പോപ്പായിരുന്നു. പിന്നീടാണ് യഥാർത്ഥത്തില് പോപ്പ് എന്നുള്ള പേര്, മാർപ്പാപ്പ എന്നുള്ള പേര് റോമിലെ ബിഷപ്പ് എടുക്കുവാനായിട്ട് തുടങ്ങിയത്. അവരുടെ ചരിത്രം പരിശോധിച്ച 1073 വന്ന ഗ്രിഗറി 7-ാമൻ അദ്ദേഹമാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയ വ്യക്തി. അദ്ദേഹം പറഞ്ഞത്, ഇംഗ്ലണ്ടിലെ വില്യം രാജാവിന് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ലോകത്തിന് പ്രകാശം നൽകുവാൻ സൃഷ്ടിതാവായ ദൈവം ആകാശത്ത് 2 വെളിച്ചങ്ങളെ സ്ഥാപിച്ചതുപോലെ സകലത്തെയും ഭരിക്കുവാൻ ദൈവം ഭൂമിയിൽ 2 ശക്തികളെ നിയമിച്ചിട്ടുണ്ട്. അത് മാർപ്പാപ്പായും രാജാവുമാണ്. അതിൽ മാർപ്പാപ്പ സൂര്യനും രാജാവ് ചന്ദ്രനുമാണ്. മാർപ്പാപ്പയുടെ ശക്തി രാജാവിന്റെ ശക്തിയെ ഭരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിയമം. ഇതാണ് റോമൻ കത്തോലിക്ക സഭയുടെ നിലപാട്. അതിനുശേഷം വന്ന പോപ്പ് ഇന്നസെന്റ് 3-ാമൻ പറഞ്ഞത്, പത്രോസിന്റെ പിൻഗാമിയെ സഭയെയും ലോകത്തെയും മുഴുവൻ ഭരിക്കുവാനുള്ള കർത്തവ്യം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പോപ്പിന്റെ സ്ഥാനം മനുഷ്യരുടെ മുകളിലും ദൈവത്തിന്റെ താഴെയുമാണ്. ഈ പ്രഖ്യാപനം നടത്തിയത് 1198 മാർപ്പാപ്പയായ ഇന്നസെന്റ് 3-ാമനാണ്. അപ്പൊ ഇതാണ് അവരുടെ നിലപാട്. ഇത് യഥാർത്ഥത്തിലെ ഈ റോമൻ കത്തോലിക്ക മതത്തിന്റെ ഈ രാഷ്ട്രീയ നിലപാടുകളോടുള്ള പ്രതികരണം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ലൂതറുടെ നേതൃത്വത്തിലുണ്ടായ നവീകരണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനോട് ഉള്ള പ്രതികരണമായിട്ടാണ് പ്രോട്ടസ്റ്റന്റ് ഇതിനോടുള്ള എതിർപ്പും അവർക്ക് ഉണ്ടായിരുന്നു. വളരെ വെറും ഒരു സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയാണ് അവർ ഇടപെട്ടത്. എന്നാൽ നമുക്കറിയാം, ഈ നവീകരണത്തിന്റെ നേതാവായിരുന്ന ലൂതർ തനിയെ നിന്നു. ലോകത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിയുടെ സമ്പൂർണ്ണ പിന്തുണയോടെ റോമൻ സഭ അദ്ദേഹത്തിനെതിരെ കരുക്കൾ നീക്കിയപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണമെങ്കിൽ രാഷ്ട്രീയ പിന്തുണ ആവശ്യമായിരുന്നു. അദ്ദേഹത്തെ വിചാരണ ചെയ്യുവാനായിട്ട് ചക്രവർത്തി തീരുമാനിച്ച് വേംസ് എന്നുള്ള സ്ഥലത്ത് ഡയറ്റിലേക്ക് വരുവാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ജർമ്മനിയില്. അപ്പൊ അങ്ങനെ വേംസ് ഡയറ്റ് കൂടി 1521 ഡയറ്റ് സമ്മേളിച്ച് ലൂതറെ വിചാരണ ചെയ്യുകയാണ്. ലൂതർ അവിടെ പോയാൽ ലൂതർ കൊല്ലപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനം അതോടുകൂടി അവസാനിക്കും. എന്നാൽ ജർമ്മനിയിലെ സാക്സണിലെ പ്രഭുവായ ഫ്രെഡറിക്, അതുപോലെയുള്ള മറ്റ് പ്രഭുക്കന്മാരും സമ്പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ലൂതർ യഥാർത്ഥത്തില് ആ ഡയറ്റില് പങ്കെടുക്കാനായിട്ട് പോയത്. അവരുടെ പിന്തുണ, ഡയറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലൂതറെ കൊല്ലുവാനായിട്ട് റോമൻ മതം തീരുമാനിച്ചുവെങ്കിലും ഫ്രെഡറിക് അദ്ദേഹത്തെ 1 വർഷം തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അപ്പൊ അതോടുകൂടെ
ഈ പുതുതായിട്ട് വന്ന പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനവും അന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീർന്ന് അവരെ സംരക്ഷിച്ചത് രാജാക്കന്മാരാണ്. അപ്പൊ അവിടെ ഉണ്ടായ സഭകളൊക്കെ സ്റ്റേറ്റ് ചർച്ചസ് ആയിരുന്നു. ഈ രാജാവിന്റെ മതം, സ്റ്റേറ്റിന്റെ മതം. അങ്ങനെയാണ് ജർമ്മനിയിലും യൂറോപ്പിലുടനീളം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ റോമൻ സഭയുടെ കാലത്ത് രാഷ്ട്രീയവും സഭയും തമ്മിൽ വളരെ ഒരുമിച്ച് പോയെങ്കിൽ പ്രോട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിലും ചരിത്രപരമായി അങ്ങനെ വന്നു എന്നുള്ള നിലനിൽപ്പിന് അത് ഈ ഒരു രാഷ്ട്രത്തോടാണ് പോരാടുന്നത്. നിലനിൽപ്പിന് പ്രായോഗിക തലത്തില് രാജാക്കന്മാരുടെ പിന്തുണ ആവശ്യമായിരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ചർച്ചസ് ആയിട്ടാണ് ലൂതറൻ ചർച്ചസ് ഒക്കെ മറ്റ് ചർച്ചുകളൊക്കെ മുന്നോട്ട് വന്ന് അത് വളർന്നത്, ആംഗ്ലിക്കൻ ചർച്ചൊക്കെ വളർന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിംഗ്ലിയെ കുറിച്ച് നമ്മൾ പഠിച്ചാല്, ഈ സ്വിറ്റ്സർലൻഡിന്റെ നവീകരണത്തെ കുറിച്ച് പരിശോധിച്ചാല് അത് വളരെ രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പം ലൂതർ ജർമ്മനിയിലുള്ള പ്രഭുക്കന്മാർ സപ്പോർട്ട് ചെയ്തതുപോലെ ഈ സ്വിറ്റ്സർലൻഡില് അവിടെ കന്റോൺമെന്റ്, സ്വതന്ത്രമായ കന്റോൺമെന്റുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര സ്റ്റേറ്റുകളിൽ നിന്ന്, നമുക്ക് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ സ്വതന്ത്ര കന്റോൺമെന്റുകളുടെ ഒരു സമൂഹമാണ് സ്വിറ്റ്സർലൻഡ് എന്നുള്ള രാജ്യം. ഈ ഓരോ കന്റോൺമെന്റുകൾക്കും പ്രാദേശിക കാര്യങ്ങൾ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ട്. അപ്പൊ അവിടെ വളരെ ജനാധിപത്യം നിലനിന്നിരുന്ന അവിടെ ഒരു സുവിശേഷമോ എന്ത് പ്രസംഗിച്ച് വിജയിക്കണമെങ്കിൽ നമ്മള് പബ്ലിക്കായിട്ടുള്ള ഡിബേറ്റ് നടത്തി നമ്മളുടെ ഡിബേറ്റിൽ വരുന്ന ആളുകളെ തോൽപ്പിക്കണം. തോൽപ്പിച്ചതായിട്ട് കൗൺസിൽ പ്രഖ്യാപിച്ചാൽ ആ തോൽപ്പിച്ച ഉപദേശത്തെ അവർ സ്വീകരിക്കും. അങ്ങനെ പ്രോട്ടസ്റ്റന്റ് ഉപദേശം അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ വന്നു. സ്വിംഗ്ലി ആയിരുന്നു അതിന്റെ നേതാവ്. അപ്പോൾ അവര് അദ്ദേഹത്തെ സംവാദത്തിന് വിളിച്ചു. അങ്ങനെ സംവാദം നടത്തി സൂറിച്ച് എന്നുള്ള കന്റോൺമെന്റിലെ സംവാദത്തിൽ സ്വിംഗ്ലി എതിരാളികളെ പരാജയപ്പെടുത്തി സൂറിച്ചിലുള്ള ഭരണകൂടം പറഞ്ഞു, ഇനി നമ്മുടെ മതം പ്രോട്ടസ്റ്റന്റ് മതമാണ്. അങ്ങനെ അവിടെ വടക്കൻ സ്വിറ്റ്സർലൻഡിലെ എല്ലാ കന്റോൺമെന്റുകളിലും ഇങ്ങനെ സംവാദങ്ങൾ നടത്തി അവരെ തോൽപ്പിച്ച് അവര് പ്രോട്ടസ്റ്റന്റ് ഉപദേശം സ്വീകരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മളെന്ന് പറയുന്ന പോലെ സുവിശേഷം അങ്ങനെ വ്യക്തിപരമായി സ്വീകരിച്ച് അങ്ങനെ വരുന്നവരല്ല. അവർ കേട്ടു, അവർ മനസ്സിലാക്കി, അവർ കൗൺസിൽ അവിടെ ഭൂരിപക്ഷം ആളുകളും അത് വിശ്വസിച്ചു. പലരും രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം ജോൺ കാൽവിനെ കുറിച്ച് അടുത്ത ആളുകൾ ചർച്ച ചെയ്തല്ലോ. ജോൺ കാൽവിന് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ജനീവ എന്നുള്ള കന്റോൺമെന്റില് ജോൺ കാൽവിൻ പ്രവർത്തിച്ചു. അവിടെ ജനീവയില് സഭയുണ്ടായി. ജോൺ കാൽവിൻ പറഞ്ഞു ഭൂരിപക്ഷം ആളുകളും വിശ്വാസത്തിലേക്ക് വന്നു. ജോൺ കാൽവിൻ പറഞ്ഞു ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അപ്പൊ അത് പറ്റില്ല എന്ന് അവിടുത്തെ കൗൺസിൽ തീരുമാനിച്ചു. അവിടെ കത്തോലിക്കൽ ഭൂരിപക്ഷമുള്ള കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ അവരെ പുറത്താക്കി. അങ്ങനെ അദ്ദേഹം 1538 അദ്ദേഹത്തെ പുറത്താക്കി. 2 വർഷം അദ്ദേഹം പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പോയി. അതിനുശേഷം 41 കൗൺസിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തെ അവിടുത്തെ പിന്നെ മതത്തിന്റെ നേതാവാക്കി വെച്ചു. കൗൺസിലാണ് അവിടെ പരമാധികാരം. അവിടെ പിന്നെ മൈക്കിൾ ഫാരഡേ ഒക്കെ കൊന്നത് കൗൺസിലാണ്. കൗൺസിലിൽ ലൂതർ ഒരു പ്രാവശ്യം പുറത്താക്കി തിരിച്ചു വിളിച്ചതാണ്. അപ്പൊ കൗൺസിലിനോട് ലൂതർ തന്നെ പറഞ്ഞു, ഇനി ചൂതാട്ടോ ആഭാസ നൃത്തോ ഒന്നും അവിടെ പാടില്ല എന്ന് പറഞ്ഞു. കൗൺസിൽ അത് അംഗീകരിച്ചു. അതിനെതിരെ പ്രവർത്തിച്ച ആളുകളെ കൗൺസില് വിചാരണ ചെയ്തു. അവരെ പലരെയും അവർ കൊന്നു കളഞ്ഞു കൗൺസില്. അപ്പൊ കൗൺസിലിന് നമുക്കറിയാം അവരവരെ കുറിച്ച് പറഞ്ഞത് സഭ ആളുകളെ പുറത്താക്കും, ആളുകളെ കൊല്ലുവാനുള്ള വാളിരിക്കുന്നത് കൗൺസിലിന്റെ കയ്യിലാണ്. അവരും അത് അംഗീകരിച്ചാൽ അവരത് നടപ്പിലാക്കും. അപ്പൊ ജനീവയിലും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൗൺസിലുകൾ അല്ലെങ്കിൽ കന്റോൺമെന്റുകൾ ആണ് വിശ്വാസത്തിലേക്ക് വന്നത്. അവിടെ വിശ്വാസികളും വന്നപ്പോ അവിടുത്തെ സഭയൊക്കെ ഇങ്ങനെ അവിടുത്തെ രാഷ്ട്രീയവുമായിട്ട് വളരെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇംഗ്ലണ്ടിലെ കാര്യം പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇംഗ്ലണ്ടിലെ സഭയുണ്ടായതിന്റെ ചരിത്രം തന്നെ നമുക്കറിയാം. അവിടെ വില്യന്റെയിലും അതുപോലെ അതിനു മുമ്പ് ആളുകളൊക്കെ ജോൺ ബെയ്ക്ലിഫ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ പ്രോട്ടസ്റ്റന്റ് സഭയായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നവീകരണം നടത്തിയത് ഹെൻറി 8 നേതൃത്വത്തിലാണ്. അപ്പൊ ആംഗ്ലിക്കൻ സഭയ്ക്കും അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ആദ്യമായി സഭയും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചത് അനാബാപ്റ്റിസ്റ്റുകളാണ്. അതായത് പിന്നെയും ക്രിസ്ത്യാനികളാണല്ലോ രക്ഷിക്കപ്പെട്ടു വരുന്നത്, നാമതേ ക്രിസ്ത്യാനികളാണ്. അവർ പിന്നെയും വിശ്വസിച്ച ആളുകൾ സ്നാനപ്പെട്ടണമെന്ന് പഠിപ്പിച്ച ബാപ്റ്റിസ്റ്റുകാരാണ്, അല്ലെ അനാബാപ്റ്റിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യകാലത്തിലുള്ള അനാബാപ്റ്റിസ്റ്റുകളും അതുപോലെ തന്നെ മെനനൈറ്റ്സുകളുമാണ്. അനാബാപ്റ്റിസ്റ്റുകളും നെതർലാൻഡ്സിലെ മെനനൈറ്റ്സുകളുമാണ് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ടുവന്നത്. ഒരു സ്റ്റേറ്റ് ചർച്ച് അല്ല, രാഷ്ട്രത്തിന്റെ സഭയല്ല വേണ്ടത്. സഭകൾ വീണ്ടെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടം മാത്രമായിരിക്കണം. വീണ്ടെടുക്കപ്പെടാത്ത സഭ, രാഷ്ട്രമല്ല സഭ എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇവരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
യഥാർത്ഥത്തിൽ നമ്മളും ആ ഒരു ചിന്താധാരയിലാണ്. ബൈബിളിന്റെ ചിന്താധാര അതാരാണ് എന്ന് നമുക്കറിയാം. ഇതുവരെയും കാര്യങ്ങൾ പോയത് 6-ാം നൂറ്റാണ്ടിന് ശേഷം അനാബാപ്റ്റിസ്റ്റുകൾ അല്ല, അവർ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവരായിരുന്നു. അവർ പിന്നീട് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഒരു 18-19 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവർ മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ കാലം വരെയും എങ്ങനെയാണെങ്കിലും ഈ സഭയും രാഷ്ട്രീയവും ഒക്കെ ഒരുമിച്ചാണ് പോയത്. അത് ചരിത്രപരമായിട്ടുള്ള ഒരു നിർബന്ധമായിട്ട് സഭയുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി ചിന്തിച്ചത് ഈ അനാബാപ്റ്റിസ്റ്റുകളും അതുപോലെ മെനേഴ്സുകളുമാണ് എന്ന് നമുക്കാണ് സഭയത്തിലും പരിശോധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചരിത്രത്തെ മാറ്റിമറിച്ച ഇവാഞ്ചലിക്കൽ റിവൈവൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാല്, വിശ്വാസികൾ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടതിന്റെ ചരിത്രമാണ് ഇവാഞ്ചലിക്കൽ റിവൈവൽ എന്ന് പറയാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ലോകത്തെ ഭരിച്ച ബ്രിട്ടനിൽ ജോൺ വെസ്ലിയുടെ നേതൃത്വം നടത്തിയ സുവിശേഷ പ്രസംഗങ്ങളും അതുപോലെ ഉണർവും ഒക്കെ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള വിൽബർ ഫോഴ്സ് എന്നുള്ള വ്യക്തി, അദ്ദേഹം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ചില അന്നത്തെ കറുത്തവരായിട്ടുള്ള അടിമകൾ, അങ്ങനെ ആ കറുത്തവരെ അടിമകളാക്കുന്നതിനെതിരെ ചിന്തിച്ച വിൽബർ ഫോഴ്സ് അവിടുത്തെ പാർലമെന്റിലേക്ക് ഇലക്ഷനിലൂടെ അദ്ദേഹം പ്രഭു എന്ന നിലയിലായിരിക്കാം, അദ്ദേഹം പാർലമെന്റിലെ ഉപരിമണ്ഡലത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ കൽഫാം സെക്ട് എന്നുള്ള പേരിൽ, അതായത് കൽഫാം എന്നുള്ള ഇടവകയിൽ ഉണ്ടായിരുന്ന 5-8 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പാർലമെന്റ് അംഗങ്ങളായിരുന്നു. ഇവരെല്ലാം വിൽബർ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് പാർലമെന്റില് ഈ സ്ലേവറിക്കെതിരെ, അടിമത്തത്തിനെതിരെ ശബ്ദമുയർത്തുകയും 1833 അടിമക്കച്ചവടം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെങ്ങും നിരോധിക്കുവാൻ അവർക്ക് സാധിച്ചു. അവർ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ അവരിടപെടുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അവര് ഈ കൽഫാം സെക്ട് എന്ന് പറയുന്നത്, കൽഫാം എന്നുള്ള ഇടവകയിലുണ്ടായിരുന്ന ജെയിംസ് സ്റ്റീഫൻ, ഗ്രാൻവിൽ ഷാർപ്പ് മുതലായ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. അവർ 4-5 പേരുണ്ട്. അപ്പൊ ഈ സെറ്റ് വളരെ സ്വാധീനമുള്ള ആളുകളായിരുന്നു. അവർ വിശ്വാസികളായിരുന്നു, രക്ഷിക്കപ്പെട്ടവരായിരുന്നു. അവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്ന് നിയമനിർമ്മാണത്തെ പ്രസംഗിച്ച് നിയമനിർമ്മാണം സ്വാധീനിച്ച് 1883 ഇന്ത്യ അടക്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ എല്ലാ അടിമക്കച്ചവടത്തെയും അവര് നിയന്ത്രിച്ചു, അല്ലെങ്കിൽ നിരോധിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അത്ര പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതാണ് അന്നത്തെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ പറയുന്നത്. തുടർന്ന് നമുക്ക് അധികം പരിചയമില്ലാത്ത ആന്റണി ആഷ്ലി കൂപ്പർ എന്നുള്ള വ്യക്തി 1826 25-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വന്ന് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അടിസ്ഥാനമിട്ടത് വിശ്വാസിയായ ആഷ്ലി കൂപ്പർ ആണ്. അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം, നിങ്ങൾക്ക് പറയാവുന്ന നമുക്കറിയാം, ഈ മാനസിക രോഗിയുള്ളവരുടെ ഒരുമിച്ച് കൊണ്ട് താമസിപ്പിച്ചിട്ട് അവിടെ ടിക്കറ്റ് വെച്ച് ആളുകൾക്ക് അവരുടെ ഭ്രാന്തികളി കാണാനായിട്ട് അനുവദിക്കുന്ന വിനോദം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടില്. അതുപോലെ തന്നെ ഈ ചിമ്മിനികളൊക്കെ വൃത്തിയാക്കാനായിട്ട് 6-7 വയസ്സുള്ള ആൺകുട്ടികളെ, മുഴുവൻ വ്യവസായമാണല്ലോ, ചിമ്മിനിയിലൊക്കെ കയറി അവരെല്ലാം അവിടെ നിന്ന് 10-20 വയസ്സൊക്കെ വീണ് മരിക്കുന്ന വലിയ അതുപോലെ രോഗികളായി തീർന്നുണ്ടായിരുന്നു. അതുപോലെ ഖനികളിൽ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ജോലി ചെയ്യിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇതിനൊക്കെ എതിരെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിഷ്കൃതമായിട്ടുള്ള എല്ലാ ലേബർ സാമൂഹ്യ നിയമങ്ങളും ബ്രിട്ടനിൽ നടപ്പിലാക്കിയത് ആന്റണി ആഷ്ലി കൂപ്പർ എന്നുള്ള വിശ്വാസി അവിടെ പാർലമെന്റ് അംഗമായി ചെന്ന് പാർലമെന്റിനെ സ്വാധീനിച്ചിട്ടാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസികൾക്ക് വലിയ ആക്റ്റീവായിട്ട് നിലപാടുകൾ അധിഷ്ഠിതമായിട്ട് വലിയ ഇടപെടലുകൾ നടത്താനായിട്ട് ചരിത്രത്തിലെ വിശ്വാസികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സഭയുടെ ഒരു പൈതൃകം എന്നുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഈ ആന്റണി കൂപ്പറുടെ ജീവചരിത്രം എഴുതിയ വ്യക്തി അതിനെ കുറിച്ച് പറയുന്നത്, മനുഷ്യരുടെ ദുരിതത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനായും മനുഷ്യന്റെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുമായി കൂപ്പറെ പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പൊ അത്ര വലിയ ഇടപെടലുകള് വിശ്വാസികൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, നൂറ്റാണ്ടിലെ മഹത്തായ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഇവാഞ്ചലിക്കൽ വിഭാഗമായിരുന്നു എന്നാണ്. അപ്പൊ വളരെ ക്രിയാത്മകമായിട്ട് തങ്ങൾക്ക് ലഭിച്ച സന്ദർഭങ്ങളെ ഇടപെടുകയും സമൂഹത്തിന്റെ ഉപ്പും വെളിച്ചവുമായിട്ട് തീർന്ന ഒരു പൈതൃകമാണ്
നമുക്ക് ക്രിസ്തീയ സഭയ്ക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സഭകൾക്ക് ഉള്ളത് എന്ന് ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയിലും ഇതേ തരത്തിലുള്ള ഇടപെടലുകൾ വിശ്വാസികൾ നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ നമ്മുടെ കർത്താവിന്റെ ലോകം അല്ലെങ്കിൽ വിശ്വാസികളുടെ ലോകം ഐഹികമല്ല, നമ്മളുടെ ലോകം വരാൻ പോകുന്നതാണ്. എന്നാൽ ഈ ലോകത്തിൽ അതിന്റെ ഉപ്പും വെളിച്ചവുമായി നിന്നുകൊണ്ട് ഈ ലോകത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട് മനുഷ്യരുടെ ജീവിതങ്ങള് സ്വസ്ഥതയും അവർക്ക് സമാധാനവും നിത്യമായ ലക്ഷ്യവും കാണിച്ചു കൊടുക്കുവാനും അതിന്റെ ദുരിതങ്ങളെ ആവോളം ഇല്ലായ്മ ചെയ്യുവാനും കഴിയുന്ന രീതിയിൽ വിശ്വാസികൾക്ക് ഇടപെടുവാനായിട്ട് സാധിക്കും. അല്ലാതെ അനുദിന രാഷ്ട്രീയ ചെളിയിൽ വീണ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റ് ചെളികൾ, അധാർമികതയുടെ ചെളികളിൽ വീണ് അതിന്റെ ഭാഗമായി തീർന്ന് കർത്താവ് ചോദിച്ച പോലെ ഉപ്പ് കാരമില്ലാത്തതായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നാൽ, വെളിച്ചമുണ്ടായിട്ട് അത് മറച്ചു വെച്ചാൽ എന്ത് പ്രയോജനമെന്നാണ്. നമുക്ക് ഇടപെടുവാനായിട്ട് ദൈവവചനത്തിന്റെ ഗൈഡൻസ് ഉണ്ട്. ചരിത്രത്തിൽ ഇടപെട്ട നമുക്ക് മുമ്പേ പോയ വിശ്വാസികളുടെ മാതൃക നമ്മളുടെ മുമ്പിലുണ്ട്. അത് പിൻപറ്റി ഇടപെടുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവവചനം നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഇതാണ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ദൈവവചനത്തിന്റെ നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുവാനായിട്ടുള്ള ഗൈഡ് ലൈൻസ്. ഇതനുസരിച്ച് ഇതുപയോഗിച്ച് നമുക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ബുദ്ധിപരവും വിവേകത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും നമുക്ക് നാം ജീവിക്കുന്ന സമൂഹത്തിലും ഇടപെടുവാനും അവിടെ വലിയൊരു സ്വാധീനമായി തീരുവാനും സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വലിയൊരു വിഷയം സമഗ്രമായി അവതരിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അപ്പസ്തോലന്മാരുടെയും മാതൃകയെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ സഭാചരിത്രത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും നമ്മൾ ശ്രദ്ധിച്ചു. ഉപ്പും വെളിച്ചവുമായിട്ട് ഇരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാം എന്നത് തീർച്ചയായിട്ടും കൂടുതൽ ചർച്ചകൾക്ക് വിഷയമാകേണ്ടതാണ്.